കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഞാൻ ഹാബിൾഡ് ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു 60 അവർ ഫാസ്റ്റ് ചെയ്തു. ആദ്യത്തെ ദിവസം കുറച്ച് ആങ്സൈറ്റിയും ഇങ്ങനെ ഇതിൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുവെങ്കിലും രണ്ടാമത്തെ ദിവസം വളരെ കറക്റ്റായിട്ടൊക്കെ പോയി. അപ്പോൾ മൂന്നാമത്തെ ദിവസം അതിൻ്റെ നെക്സ്റ്റ് ഡേ രാവിലെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് രാവിലെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ചെറുപയർ സൂപ്പ് കഴിച്ചുകൊണ്ട് വേണം ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ എന്ന്. ഞാൻ ചെറുപയർ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കിയിട്ടൊന്നും എനിക്കത് പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് രാവിലെ ഞാൻ ഓർത്തു നല്ല വല്ല പഴങ്ങൾ ലഘുവായിട്ട് പഴം കഴിച്ചിട്ട് ഇത് ബ്രേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പഴമൊക്കെ കഴിച്ചു. മധുരമുള്ള പഴം, ആപ്പിളിൻ്റെ കഷ്ണവും പേരയ്ക്കയാണെന്നാണ് എൻ്റെ ഓർമ്മ. കഴിച്ചെങ്കിലും ഉടനെ തന്നെ വേറെ വല്ലതും കഴിക്കണമെന്നുള്ള ഏർജുണ്ടായി. എന്തായാലും ഫാസ്റ്റൊക്കെ ചെയ്ത് ഷുഗർ 2 ഡിജിറ്റൊക്കെ ആയല്ലോ എന്ന് വിചാരിച്ച് ഞാനും വലിച്ചു വാരിയൊന്നും അല്ലെങ്കിലും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ അന്ന് മുഴുവനും എൻ്റെ ഷുഗർ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ തലേദിവസമൊക്കെ വളരെ സ്റ്റഡിയായിട്ട് 106 120 ഒക്കെയുള്ള റേഞ്ചിലാണ് ഷുഗർ നിന്നിരുന്നത്. ഫാസ്റ്റിങ് 106 102 ഒക്കെയാണ് ഇരുന്നത്. അപ്പോൾ പെട്ടെന്ന് അതെല്ലാം 200 മേളിലും ഒക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് എൻ്റെ മിസ്റ്റേക്കാണോ അതോ ഫാസ്റ്റിംഗ് എനിക്ക് താങ്ങാൻ പറ്റാത്ത ക്ഷീണം. ആ ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഫാസ്റ്റ് ബ്രേക്ക് ചെയ്ത ദിവസം ഈ ഷുഗർ ഫ്ലക്ച്വേഷൻസ് വന്നപ്പോൾ ഭയങ്കര ക്ഷീണം. എന്നാൽ ഫാസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ സ്റ്റഡിയായിട്ട് നിന്നപ്പോൾ എനിക്ക് ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് തീർത്തു. പിറ്റേ ദിവസം ഞാൻ കിടപ്പായിരുന്നു ഈ ഭക്ഷണം കഴിച്ച് തുടങ്ങിയപ്പോൾ. പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു, എന്നാൽ ഇനി നമുക്ക് പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തന്നെ ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പ്രോട്ടീനുള്ള ഏതായാലും ഇഡ്ഡലി, ദോശ, അപ്പം എല്ലാം മാറ്റി. അപ്പത്തിനാണെങ്കിൽ നമ്മൾ ഇറച്ചിയൊക്കെ സ്റ്റൂ ഒക്കെ ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കും. പക്ഷേ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലും നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് അപ്പം, നമ്മളൊരു 3 അപ്പം കഴിച്ചിട്ട് ഒരു സ്പൂൺ സ്റ്റൂവിൻ്റെ ചാറും ഒരു കഷ്ണം ചിക്കനുമാണ് കഴിക്കുന്നത്. അങ്ങനെയല്ല, പ്രിഡോമിനൻ്റ്ലി പ്രോട്ടീനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ എനർജി എല്ലാം തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പറഞ്ഞ ഈ മൂങ്ക് അതായത് ചെറുപയർ സൂപ്പ് കഴിച്ച് തന്നെ വേണം ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ എന്ന്. അപ്പോൾ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിനും ഒരു ചിട്ടയുണ്ട്. അത് ഫാസ്റ്റിങ്ങിന് കുറേ റൂൾസ് പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രേക്ക് ചെയ്യാനും ഒരു റൂൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഗോഡസ് ഒക്കെ പറയുന്ന പ്രോട്ടീൻ ലീവറേജ് ഹൈപ്പോത്തീസിസ് ശരിയാണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ഇന്ന് രാവിലെയൊക്കെ എനിക്ക് 102 ഒക്കെ ഉള്ളൂ. ഫാസ്റ്റിംഗ് ഷുഗറൊക്കെ നല്ലതുപോലെ കുറഞ്ഞു. എന്നിട്ട് ആദ്യത്തെ ദിവസത്തെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് കഴിഞ്ഞിട്ട് എൻ്റെ ഫാസ്റ്റിംഗ് എല്ലാം ആദ്യത്തെ ദിവസം അത് 100 102 190 ഒക്കെ നിന്നെങ്കിലും രണ്ടാമത്തെ ദിവസം ഞാൻ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഫുഡ് കഴിച്ച ദിവസം പിറ്റേന്നായപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ 152 പഴയ രീതിയിൽ തന്നെ വന്നു. അപ്പോൾ ഞാൻ പിന്നെ എല്ലാം പ്രോട്ടീന് പ്രിഡോമിനൻ്റായിട്ടും ഉള്ള ഫാറ്റ്സും കുറച്ചൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിച്ചു. സിർക്കേഡിയൻ റിതം ഒബ്സർവ് ചെയ്തു. അപ്പോഴത്തേക്കും തിരിച്ച് ഫാസ്റ്റിംഗ് ഷുഗർ 120 വരെ, അടുത്ത ദിവസം 120, അടുത്ത ദിവസം 128 122 അങ്ങനെയാണ് ഷുഗർ ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റേതെൻ്റെ ഫാസ്റ്റിംഗ് കുറേ നാളായിട്ട് 150ക്ക് മേളിലായിരുന്നു. അപ്പോൾ 150 to 160 റേഞ്ചിൽ, 60 എത്തത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് കഴിച്ചതെന്നുള്ളത് അടുത്ത പടങ്ങളിൽ കാണാം. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം ഞാൻ പ്രോട്ടീൻ ഉള്ള ഈ ചെറുപയർ കഞ്ഞിയൊന്നും ചെറുപയർ സൂപ്പൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തിരുന്ന റാഗി വെർമിസെല്ലി തന്നെയാണ് ഞാനും കഴിച്ചത്. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി, റാഗി വെർമിസെല്ലി പുട്ടിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു സോയാ കറിയും കുറച്ച് സോയായും ഒരു മുട്ടയും കഴിച്ചു. ആ സോയാ കറി ഏതാണ്ട് റാഗിയുടെ വോളിയുമുണ്ട്, പിന്നെ മുട്ട. ഇത്രയും കഴിച്ചപ്പോഴത്തേക്കും പ്രോട്ടീൻ കൂടുതലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറി. നമ്മൾ ആ റാഗി നിറയെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പക്ഷേ അത് ഒരു ഗ്രെയിൻ അല്ല, ഹോൾ ഗ്രെയിനാണ്. നമ്മുടെ പോളിഷ്ഡ് പ്രോസസ് ഗ്രെയിൻ അല്ല, ഹോൾ ഗ്രെയിനാണ്. നമ്മൾക്ക് പെർമിറ്റഡാണ്. ഞങ്ങൾക്ക്
കഴിയുന്നതും ഗ്രെയിൻസ് നമ്മുടെ അരി ഗോതമ്പ് കഴിക്കാതെ ഇതുപോലെയുള്ള മില്ലറ്റ്സ് കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റാഗി വെച്ചുള്ള ഈ വെർമിസെല്ലി പുട്ടുപോലെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന അതും അതിൻ്റെ കൂടെ ധാരാളം അതെടുത്ത അതേ അളവിൽ സോയ ചങ്ക്സ് കറിയും പിന്നെ ഒരു മുട്ടയും ചേർത്താണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഒരുവിധം പ്രോട്ടീനും ഫാറ്റും ആ ഭക്ഷണത്തിൽ കൂടി. മുട്ടയിൽ ഫാറ്റുണ്ട്, കറിയുണ്ട്, വഴട്ടുന്നതിൻ്റെ ഫാറ്റുണ്ട്, മുട്ട പൊരിക്കാനെടുത്ത നെയ്യുണ്ട്. ഞാൻ ഈ പുട്ടുണ്ടാക്കുമ്പോൾ ആഡ് ചെയ്ത തേങ്ങയിലെ കോക്കനട്ട് ഓയിലുണ്ട്. ഞാൻ ആ റാഗി വെർമിസെല്ലിയിൽ അല്പം നെയ്യ് ചേർക്കും. അതുകൊണ്ട് അങ്ങനെ ഫാറ്റും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഉള്ള, തീരെ പ്രോട്ടീൻ കുറവല്ലാത്ത ഒരു ഫുഡാണ് ഞാനിന്ന് കഴിച്ചത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ വെക്കുന്നത് നമ്മൾക്ക് ഉപകാരമാകും. ഫോർ എക്സാമ്പിൾ കടലക്കറി, ടോഫു, പനീർ, അതുപോലെ മുട്ട, ഇതെല്ലാം നമ്മളുടെ പ്രോട്ടീൻ കുറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ ഒരു ഇഡ്ഡലിയും 2 മുട്ടയും കഴിക്കാം. അല്ലെങ്കിൽ ഒരു ഇഡ്ഡലിയും കുറച്ച് പനീർ ഉലർത്തിയതും പനീറിൻ്റെ ഡ്രൈ ഫ്രൈയും കുറച്ച് നമ്മൾക്ക് മുട്ടയും കൂടെ കഴിക്കാം. ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട ഇങ്ങനെ കഴിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ നമുക്ക് പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി തീർക്കാം. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പടം ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് വേറെ ഒരു കാര്യവും കൂടെ പറയാനുണ്ട്. ഞാൻ ഈ മൂങ് സൂപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഇഫക്റ്റും പറയുന്നുണ്ട്. നമ്മളുടെ ചെറുപയറിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിലൊരുപാട് മറ്റ് ഗുണങ്ങളും ഉണ്ട്. അത് കാരണം ചെറുപയർ സൂപ്പിനെ ഒരു ശരീരത്തിനെ ഡീറ്റോക്സ് ചെയ്യുന്ന ഒരു സൂപ്പായിട്ടാണ് ആയുർവേദയിലുള്ള ചില ഡോക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേകം ആയിട്ട് ഒരു വലിയ ഹീലർ എന്ന് പറഞ്ഞ് ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് ഡോക്ടർ ഫ്രം ദ നോർത്ത്, അദ്ദേഹം ആണ് ഈ ചെറുപയർ സൂപ്പ് ഇത്രയും പ്രോമിനൻ്റ് ആക്കിയത്. അദ്ദേഹം എന്നാൽ കോവിഡിൻ്റെ തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് പെട്ടെന്ന് മരിച്ചു പോവുകയുണ്ടായി. ഒരു അസുഖമുള്ളതായിട്ട് അറിയില്ലായിരുന്നു. അന്ന് കോവിഡിൻ്റെ തുടക്കമായിരുന്നു. നമ്മൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടില്ല, അതിൻ്റെ തൊട്ട് മുമ്പായിരുന്നു. മരണകാരണം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി. കോവിഡ് കാലത്ത് ഒരുപാട് ആളുകൾ ഇതുപോലെ മരിച്ചു പോയൊന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ സൂപ്പ് മറ്റ് പലരും ഔട്ട്സൈഡ് ഇന്ത്യ ഫോറിനേഴ്സൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പല വീഡിയോസ് ഉണ്ട്, പലതും പല മാതിരിയാണ്. എന്നാലും നമുക്ക് ഏറ്റവും രുചിക്കാവുന്ന, നമ്മുടെ രുചിക്ക് താങ്ങാവുന്ന, ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മൂങ് ദാൽ സൂപ്പ്, മൂങ് ദാൽ അല്ല ഹോൾ മൂങ് ഗ്രീൻ ഗ്രാം സൂപ്പ് ഉണ്ടാക്കണമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് രാവിലെ കഴിക്കാൻ പറ്റിയതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ബ്രേക്ക് ചെയ്യുമ്പോൾ കഴിക്കാനുള്ളതാണ്. ഫാസ്റ്റ് ബ്രേക്ക് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ച്, ഞാൻ 6 മണിക്ക് മുമ്പ് കഴിക്കും. 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം 8 മണിക്ക് കഴിക്കുമ്പോഴത്തേക്കും 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് നമ്മുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊന്നല്ല ഞാൻ മീൻ ചെയ്യുന്നത്, ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള അഡ്വൈസ്. ആ രീതിയിലുള്ള ഒരു സൂപ്പാണ് ഈ മൂങ് ദാൽ സൂപ്പ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണുക. നന്ദി, നമസ്കാരം.